ഫ്രണ്ട്സ്, എഞ്ചിനീയർ സ്പേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഉപദ്വീപീയ നദികളെ കിഴക്കോട്ടൊഴുകുന്ന നദികളെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെന്നും രണ്ടായി തരംതിരിക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദിയും ഗോദാവരിയും കൃഷ്ണയും കാവേരിയും പതിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. എന്നാൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ഗോദാവരിയാണ്. ഇനി നമുക്ക് നർമ്മദ നദിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർഖണ്ഡക്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ നദി. അപ്പോൾ പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അതുപോലെ ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യ. വിന്ധ്യ പർവ്വതനിരയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതനിര. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ നദി. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് നമ്മൾ പറഞ്ഞു. വിന്ധ്യ പർവ്വതനിരയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ഗുജറാത്തിലാണ് സർദാർ സരോവർ അണക്കെട്ട്. അതുപോലെ ഇന്ദിരാ സാഗർ ഡാം മധ്യപ്രദേശിലാണ്. ഇന്ദിരാ സാഗർ ഡാം നർമ്മദ നദിയിലുള്ള മറ്റൊരു ഡാമാണ് ഇന്ദിരാ സാഗർ ഡാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ നേതാവ് മേധാ പട്കറാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ നേതാവ്. അതായത് നർമ്മദ നദിയിൽ അനേകം ഡാം പണിയുന്നതിനെതിരെ വന്ന മൂവ്മെൻ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഹിരൺ. നർമ്മദ നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. അറബിക്കടലിലാണ് നർമ്മദ നദി പതിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി നദി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയും രണ്ടാമത്തെ വലിയ നദി താപ്തിയുമാണ്. താപ്തി നദിയും നർമ്മദ നദിയും പതിക്കുന്നത് അറബിക്കടലിലാണ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ പ്രധാന പോഷക നദികളാണ് അനർ, ഗിർണ. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളെക്കുറിച്ച് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. അതുപോലെ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ
ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനി നമുക്ക് മഹാനദിയെക്കുറിച്ച് നോക്കാം. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒറീസയുടെ ദുഃഖം മഹാനദി. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡിലാണ് ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ്. കൃഷ്ണ നദി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് കൃഷ്ണ നദി പതിക്കുന്നത്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. ഭീമ, തുംഗഭദ്ര എന്നിവ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ്. PSC പരീക്ഷയിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം. അതുപോലെ ശ്രീശൈലം ഡാമും കൃഷ്ണ നദിയിലാണ്. ശ്രീശൈലം അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ആന്ധ്ര സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? തെലുങ്കു ഗംഗ. കൃഷ്ണ നദിയിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. അതുപോലെ പാതാള ഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണ നദിയാണ്. കാവേരി നദിയെക്കുറിച്ച് നോക്കാം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവാനസമുദ്രവും ഹൊഗനക്കലും. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് കല്ലനി ഡാം. കാവേരി നദിയിലാണ് കല്ലനി ഡാം. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ് കല്ലനി ഡാമിൻ്റെ ഇപ്പോഴത്തെ പേര്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? കാവേരി. കാവേരി നദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ചത്. ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ചും അതുപോലെ ഹിമാലയൻ നദികളെക്കുറിച്ചും വിശദമായി ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.